ഉടൻ തന്നെ അനന്തകൃഷ്ണപിള്ള സാറിന്റെ അകാല നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുയോഗം ആരംഭിക്കുകയാണ്. തദവസരത്തിൽ ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ ആൾക്കാരെയും പരിസരവാസികളെയും താന്നിമുക്കിലെ അമ്പല മൈതാനത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയായി. അനന്തകൃഷ്ണപിള്ള സാറിന് ഒരു സ്മാരകം പണിയാനും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വായനശാല തുടങ്ങാനും കമ്മിറ്റി തീരുമാനമായിട്ടുണ്ട്. യോഗത്തിൽ MLA PC കുറുപ്പ്, പഞ്ചായത്ത് മെമ്പർ ആന്ത്രിയോസ്, മർമ്മ ചികിത്സാ വിദ്വാൻ പിഷാരടി വൈദ്യർ, യുവഹൃദയങ്ങളുടെ രോമാഞ്ചമായ വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. യോഗാനന്തരം അനന്തകൃഷ്ണപിള്ള സാറിന്റെ പേരക്കുട്ടികളുടെ നൃത്യങ്ങളും കൂടാതെ കമ്മിറ്റിയിലെ ഏറ്റവും നല്ല പാഷാണത്തിൽ കൃമി എന്നിവർക്കുള്ള പ്രത്യേക അനുമോദനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ നാട്ടുകാരുടെയും സഹകരണ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഞങ്ങൾ തുടങ്ങട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, യോഗ നടപടികൾ ആരംഭിക്കുകയായി. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. പിള്ളേര് വന്നിട്ടില്ല, മൗനം ആചരിച്ചാ മതി. എല്ലാവരും 5 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിക്കണം. ഒരു മൗനം ആചരിക്കാൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള ബുദ്ധിയില്ലേ? എപ്പോ വന്ന സ്വാഗതം പറയാൻ വേണുഗോപാലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അനന്തകൃഷ്ണപിള്ള സാറിന് ഒരു സ്മാരകം പണിയാനും നമ്മുടെ നാട്ടിന്റെ ചിരകാല അഭിലാഷമായ ഒരു വായനശാല കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ്. അനന്തകൃഷ്ണപിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്റെ എല്ലാം ആയിരുന്നെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അയാളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ വികാരാതീതനമായി പോവുകയാണ്. മാത്രവുമല്ല, ഇവിടെ കൃതജ്ഞത പറയാനാണ് എന്നെ ക്ഷണിച്ചതെന്ന് തോന്നുന്നു. ക്ഷമിക്കണം. സ്വാഗതം പറയാനാണ് എന്നെ ക്ഷണിച്ചത്. ക്ഷമിക്കണം. അനന്തകൃഷ്ണപിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്റെ എല്ലാം ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആദ്യമായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ നാടിന്റെ അഭിമാനവും കാരണവരുമായ ശ്രീ ശ്രീമാൻ കൂസി പരിപ്പനാണ്. ക്ഷമിക്കണം, PC കുറുപ്പ്. അദ്ദേഹം അനന്തകൃഷ്ണപിള്ള സാറിന്റെ ഏറ്റവും അടുത്ത മിത്രമായിരുന്നു. എന്റെ പേരിലും നാട്ടുകാരുടെ പേരിലും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടാമതായി നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ആന്ത്രിയോസ് അവർ അദ്ദേഹത്തെ അധികം ആരും അറിയില്ലെങ്കിലും ക്രിസ്ത്യൻ സഭകളിലും
കണ്ടില്ലേ, കൂട്ട പ്രാർത്ഥനകളിലും സുവിശേഷ സംഗമങ്ങളിലും അദ്ദേഹത്തിന് വളരെ വലിയ പങ്കാണുള്ളത്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം അരുളിക്കൊള്ളട്ടെ. അതേപോലെ നമ്മുടെ വൈദ്യർ പിഷാരടി പല മാറാരോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ള അദ്ദേഹം നമ്മുടെ നാട്ടിൽ സമാജത്തിന്റെ തൊട്ട അയൽവക്കത്തായി ഒരു മർമ്മ വൈദ്യശാല നടത്തി വരുന്നു. നല്ലൊരു പ്രാസംഗികനുമാണ് അദ്ദേഹം. അനന്തകൃഷ്ണപിള്ള സാറിന്റെ കുടുംബ വൈദ്യരും അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം അരുളിക്കൊള്ളട്ടെ. മാത്രമല്ല, ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ മറ്റെല്ലാ പ്രാസംഗികർക്കും ഈ യോഗ നടപടികൾ അക്ഷമരായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാ നാട്ടുകാർക്കും എന്റെ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. അധികം നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി അകാല മൃത്യു സംഭവിച്ച അനന്തകൃഷ്ണപിള്ള സാറിന് എന്റെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലും ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് എന്റെ വിപ്ലവാഭിവാദനങ്ങൾ. പ്രിയപ്പെട്ട നാട്ടുകാരെ, അനന്തകൃഷ്ണപിള്ളയെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ ഇന്നും ഞെട്ടലയോടാണ് ആ ദുരന്ത വാർത്ത ഓർക്കുന്നത്. അനന്തകൃഷ്ണപിള്ള സാർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ ഈ കസേര അദ്ദേഹത്തിനുള്ളതാകുമായിരുന്നു. അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്ന് 6-7 മാസമായി. ഇക്കാലയളവിൽ നാട്ടുകാരെന്ന നിലയിൽ നാം എന്തൊക്കെ ചെയ്തു? ഒന്നും തന്നെ ചെയ്തില്ല. സത്യത്തിൽ നാം പാപികളാണ്. അദ്ദേഹം എന്തെല്ലാം മഹത്തായ കാര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. വിവാഹപ്രായമായിട്ടും കെട്ടിച്ചയക്കാൻ പറ്റാത്ത രക്ഷകർത്താക്കൾക്ക് വേണ്ടി അവരുടെ മക്കളുടെ വിവാഹം അത്യാർഭാടമായി നടത്താൻ ഇവിടെ ഒരു വിവാഹ മണ്ഡപം, കല്യാണ മണ്ഡപം പണികഴിച്ചത് അദ്ദേഹമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ കൈയിട്ടു എന്ന് ആരോപിച്ച് അപസ്മാര രോഗിയായ ഈ വേണുഗോപാലിനെ പോലീസ് തല്ലി ചതച്ചപ്പോൾ അവിടെ നിന്ന് ജാമ്യമെടുത്തതും വൈദ്യരുടെ ചികിത്സയ്ക്കായി ഏർപ്പാടാക്കിയതും അദ്ദേഹമാണ്. വേണുഗോപാലന്റെ കോലം കണ്ടില്ലേ? വൈദ്യരുടെ ചികിത്സയുടെ ഫലം കൊണ്ട് ഇത്രയെങ്കിലും കോലത്തിലായി. എന്റെ വേണുഗോപാല, വല്ല കാര്യം ഉണ്ടായിരുന്നോ? നമ്മളിൽ എത്ര പേർ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ വാങ്ങുന്നുണ്ട്. ഒരു മൺമട്ടി പോലും സ്വന്തമായിട്ടില്ലാത്ത മെമ്പർക്ക് കർഷക തൊഴിലാളി പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ ഹൃദയം തുറക്കുകയാണ്. എനിക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര ജാഥകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ജാഥകളിൽ ഞാനായിരുന്നു മുന്നിൽ. ജാഥ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തിനേറെ നമ്മുടെ വൈദ്യരുടെ ഭാര്യയ്ക്ക് വിധവാ പെൻഷൻ വരെ കിട്ടുന്നുണ്ട്. അതിന് കാരണക്കാരനാണ് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഡൽഹിയിലുള്ള മകളുടെ അടുത്ത് പോയി വരുമ്പോഴാണ് ഈ തീവണ്ടി അപകടം ഉണ്ടായിരിക്കുന്നത്. കൃത്യം 4:30 ഈ തീവണ്ടി ഹൗറ സ്റ്റേഷൻ വിട്ടതായി റിപ്പോർട്ടുണ്ട്. അപകടം നടക്കുന്നത് 5 മണിക്കും. ഈ 30 മിനിറ്റ് സമയം ഈ തീവണ്ടി എന്ത് ചെയ്യുകയായിരുന്നു? അത് ഓടിക്കൊണ്ടിരുന്നിരിക്കണം. ഇതൊരു അട്ടിമറിയാണെന്ന് ഞാൻ സംശയിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീർണിച്ച മനോഹരമായ മൃതശരീരം ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ വിട്ടുകൊടുക്കാൻ അധികാരികൾ തയ്യാറായില്ല. ഇതിലേക്കായി അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിതും ഒരു വായനശാല പണിതുമാണ് നാം പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേക്കായി നാളെ പിരിവ് ആരംഭിക്കൂ. എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന അതിഗംഭീരമായ സംഭാവനകൾ നൽകി ഇതൊരു ഗംഭീര വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.
എനിക്ക് വയ്യ. ില്ലാത്ത ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് നാം ഇപ്പോൾ. അവിടെ അനന്തകൃഷ്ണപിള്ളയ്ക്ക് സ്മാരകം പണിയുവാനുള്ള തിരക്കിലാണ് ഇവരും. നിഷ്കളങ്കരായ കുറെ പച്ച മനുഷ്യരും അവരുടെ വേവലാതികളുമാണ് ഇവിടെ വിഷയം. അനന്തകൃഷ്ണപിള്ളയുടെ അകാല ജന്മം എങ്ങനെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി നമുക്ക് നോക്കിയിരിക്കാം. അല്ലാതെ സഹകരിക്കാൻ നമുക്കാവില്ലല്ലോ. ഏവരുടെയും അനുഗ്രഹാശിസുകൾ കാക്ഷിച്ച് ആരംഭിക്കട്ടെ. അനന്തകൃഷ്ണപിള്ളയുടെ അകാല ജന്മം ഒരു അന്താരാഷ്ട്ര പ്രശ്നം. ഇന്നത്തെ കളക്ഷനാ 3 ദിവസത്തെ. എത്ര നമുക്ക് നീ ചൂടാവാതെ വേണോ? ദേഷ്യം കൂട്ടി കഴിച്ചിട്ടാ നക്കാത്തവരുണ്ടോ? ഈ ആള് വരെ ഹരിചന്ദ്രനൊന്നും ആവണ്ട. ഞാൻ പറഞ്ഞ ഒരു ഹരിചന്ദ്രനാണെന്ന് നോക്ക്. 434 ഉലുവ പകലുണ്ടാകുന്ന എന്റേതാ. താന്നിമുക്ക് കോളനിയിൽ താമസിക്കുന്നവരവരും മുജ്ജമ്മ സുഹൃതം ചെയ്തവരൊന്നുമല്ല. കിടപ്പാടമില്ലാത്ത പാവങ്ങളാ. എത്ര കണ്ടാ വിഴിയുന്നേ. ഓ, നല്ല പിരിവീട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആ മെമ്പറും കുറുപ്പും കൂടെയല്ലേ കൈവശം വെച്ചിരിക്കുന്നത്. വേണുഗോപാലിന് മേലെ കടവ് 4-ാം മൂട്, വൈതരക്ക് 4 കോളനി, തെക്കും മൂടും വടക്കേ കടവും ആ മെമ്പർക്കും. നിനക്കിത് വേണടാ വീണു. നീ ഒരാളല്ലേ അന്ന് ആ കുറുപ്പിനെ പിടിച്ചിട്ട് അധ്യക്ഷനാക്കിയത്. എന്നിട്ട് എന്തുണ്ടായി? നീയും പ്രസംഗിച്ചു, അയാളും പ്രസംഗിച്ചു. എന്റെ നമ്പർ വന്നപ്പോ യോഗം പിരിച്ചു വിട്ടു. പ്രസംഗമൊക്കെ 3-4 ദിവസം കാണാപ്പാടം പഠിച്ചു വന്നു. അത് നടന്നില്ല. ഇനി അയാൾക്ക് വീട്ടിൽ പോയി പ്രസംഗിച്ചാ മതി. വേണോ? ആ മെമ്പർ ഒറ്റ ഒരുത്തിനാ അതെല്ലാം ചെയ്യുന്നത്. അയാള് കുറുപ്പിന്റെ വലം കയ്യാ. അയാൾക്ക് എന്ത് പറഞ്ഞാലും ഒരു സംശയം, ഒടുക്കത്തെ സംശയം കൊണ്ട് വരും. അത് നീ പറയരുത് വേണു. ഓരോരുത്തർക്കും അവര് ദൗർബല്യങ്ങളുണ്ട്. കുറുപ്പിന് മടി എന്ന പോലെ മെമ്പർക്ക് സംശയം ഉണ്ടല്ലോ. ഓ, പിന്നെ താങ്ങാനാവാത്ത കേൾക്കുമ്പോ നിനക്ക് ജോലി ദിനം വരാറില്ലേ? അതിന് ആയുർവേദ ചികിത്സ ഗുഡ്മാണ്ടില് ഉപയോഗിച്ചു തുടങ്ങിയത് പണ്ട് പരാശര മഹർഷിയായിരുന്നു. അതായത് കുക്കുടവതയുടെ ഇതിൽ വെച്ച് പൂങ്കതടി 7 ഇല കൊണ്ട്. മതി മതി മതി, അങ്ങനെ നീട്ടണ്ട. വേണോ? നമുക്കൊരു തീരുമാനത്തിലെത്താം. നമ്മൾ 4 പേരും പണം പിരിക്കുന്നത് ഈ മാരകം പൂർത്തിയാക്കാനും വായനശാല പണിയാനും ആണല്ലോ. അതിന് നമ്മൾ ഈ പണം എന്ത് ചെയ്യുന്നു? ഖജാൻജി ഈ പണം എന്ത് ചെയ്യുന്നു? ഇതിനുള്ള ഏർപ്പാടൊക്കെ അയാളല്ലേ ചെയ്യുന്നത്. എല്ലാം പൂർത്തിയാവാൻ ഇനി എത്ര കൂടെ വേണ്ടി വരും? കണ്ടില്ലേ, ഈ ചെലവാക്കി അത്രയും വേണം. അത് കഴിയും.